ഇപ്പോൾ ഏറ്റവും പുതിയതായ വിവരമെത്തുന്നത് ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഇതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ തെരച്ചിൽ അടക്കം രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതവേഗത്തിൽ ത്വരിതഗതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വയനാട് ഈ പശ്ചാത്തലത്തിൽ അതുകൂടിയാണ് ഏറ്റവും പുതിയ വാർത്തയായി എത്തുന്നത്. തീർച്ചയായും കേന്ദ്രത്തിൽ നിന്ന് അത് നമുക്ക് ഏറെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ അടിയന്തരമായ തീർച്ചയായും സുനിൽ, മരണസംഖ്യ ഉയരുകയാണ്. 24 പേരുടെ മൃതദേഹമാണ് അല്പം മുമ്പ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ 5 പേരുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തി. അതായത് വെള്ളരിമല വില്ലേജിന്റെ സമീപത്ത് നിന്നാണ് അജിംഷാദ്. മരണസംഖ്യ 29 ആകുന്നു. അതെ, 29 എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാകുമ്പോൾ തന്നെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ അവസ്ഥ, അത് അവരെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അവരെ ജീവനോടെ തന്നെ കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു അവിടെ നിന്ന് നമ്മൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എന്നിരുന്നാൽ കൂടി ഇതിനകത്ത് ഉരുൾപൊട്ടി വരുമ്പോൾ പാറ കഷ്ണങ്ങൾ ശക്തമായി വന്നടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മണ്ണ്, ചെളി എന്നിവ വളരെ ബൾക്കായി തന്നെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാര്യം, ഈ പ്രദേശത്ത് വലിയ വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. അത് ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വെള്ളത്തിന് ചുറ്റി നിൽക്കുന്ന മറ്റ് കെട്ടിടങ്ങളും അതെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ അടുത്ത് വീടുകളുണ്ടായിരുന്നോ, എത്ര പേർ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു കണക്കും നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതൊക്കെ ഈ ഒരു കണക്ക് വരുമ്പോൾ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ആക്കം എന്തുമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നമ്മളിപ്പോൾ പ്രധാനമായും, അതായത് സംസ്ഥാന സർക്കാർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഏറ്റവും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അടിയന്തര സംവിധാനം, കാരണം ഇവിടെ വാക്കുകൾക്കല്ല പ്രവർത്തിക്കാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ സേന, പ്രത്യേകിച്ച് എയർഫോഴ്സ് അടക്കം ഹെലികോപ്റ്റർ സംവിധാനത്തിലൂടെ മാത്രമേ ഇവിടെ എത്തി വളരെ കാര്യക്ഷമമായി വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതിയാണ്. റോഡ് മാർഗം വരുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം മറ്റ് പ്രദേശങ്ങളിൽ, ഈ വയനാടിൻ്റെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന മേഖലകളിലെല്ലാം വരുന്ന ജില്ലകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയുടെ തന്നെ പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പല മേഖലകളിൽ കോഴിക്കോട് അടക്കമുള്ളിടത്ത്, വയനാട് അടക്കമുള്ളവർക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്.